ഹലോ അങ്ങനെ വരവ് സിനിമ കണ്ടിട്ട് വരുവാണ് കേട്ടോ. ഇതേപോലുള്ള ഊമ്പിയ പടങ്ങൾ എടുത്തിട്ട് ഇതേപോലുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എനിക്ക് തോന്നുന്നു നമ്മളെ ഊമ്പിക്കുവാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഒരു പൈസയ്ക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പണ്ടത്തെ ലെജൻഡ് ഡയറക്ടേഴ്സിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയാൽ വളരെ ഉപകാരം. ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാർക്ക്, അതായത് എസ്പെഷ്യലി ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഒക്കെ പോയി ഒന്ന് കാണുക. വാട്ട് കൈൻഡ് ഓഫ് സിനിമ പീപ്പിൾ ആർ ലവിങ് നൗ എ ഡേയ്സ്. നിങ്ങൾ പോയി കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ജോജു ജോർജിന്റെ ജോസഫിന് ശേഷം ഇതുവരെ സെയിം ഒരു ടെംപ്ലേറ്റ് ആണ് പിടിച്ചേക്കുന്നത്. ജോജു ജോർജ് ഒക്കെ ഈ ഒരു ടെംപ്ലേറ്റ് മാറ്റി പിടിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവും. എനിക്ക് തോന്നുന്നതാണ്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ പടത്തിന്റെ റിവ്യൂ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്കൊക്കെ പോയിട്ട് തല വെച്ച് കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോവുക. സ്റ്റോറി എന്താണെന്ന് അറിയണോ? വെറും സിമ്പിൾ സ്റ്റോറിയാണ്. സ്പോയിലർ ഒന്നുമല്ല, ബിക്കോസ് ഈ പടത്തിന് സ്പോയിലർ പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ജോജു ജോർജിന്റെ ആന്റണിയുടെ പ്ലോട്ട് കണ്ടോ? ആ പ്ലോട്ടിന്റെ ചെറിയൊരു ചേഞ്ചസ് ചെയ്തിട്ട് ഒരു പടം എടുക്കുന്നു. അതാണ് വരവ്. അതേ മലയോരം, അതേ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, പരോളിൽ ഇറങ്ങുന്ന ജോജു ജോർജ് എല്ലാരെയും തട്ടുവാണ്. പൊട്ടരായ പോലീസുകാര്, ലോഡ് കണക്കിന് ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. മുരളി ഗോപി വില്ലനായിട്ട്, ബാബുരാജിനെ തട്ടുന്ന കേസ് അന്വേഷിക്കാൻ വരുന്നത് വാണി വിശ്വനാഥ്. വാണി വിശ്വനാഥിന്റെ ഒക്കെ സ്ലാങ് ഒക്കെ ഇതിനകത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ പെരുത്ത് കയറും. സാനിയ അയ്യപ്പന്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുത്തും. അതേപോലെ തന്നെ അർജുൻ അശോകൻ എന്തിനാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്? ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും ക്ലൈമാക്സിൽ എന്താണെന്ന്. അതായത് ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് വിൻസി ഉണ്ട്. മുരളി ഗോപിയുടെ ഒക്കെ വില്ലൻ റോളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സാം സി എസിന്റെ ആണ് മ്യൂസിക്. വൺ ഓഫ് ദ വേർസ്റ്റ് വർക്ക് ഓഫ് സാം സി എസ്. ജോജു ജോർജിനെ എപ്പോൾ കാണിക്കുന്നു ഒരേ മ്യൂസിക്. ഇത് കേട്ട് 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 ഭ്രാന്തെടുക്കും എൻറ്റയർ മൂവിയിൽ. ഇതേപോലുള്ള ഊള സിനിമകൾ ഇപ്പോഴും നിർത്തിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മലയാളി ഓഡിയൻസുകൾ തിയേറ്ററിൽ പോക്ക് നിർത്തും. ചില ആക്ഷൻ സീനൊക്കെ ഒന്ന് കാണണം. ജീപ്പിന്റെ ചേസ്, പിന്നെ ഡോളേഴ്സൊക്കെ ഇങ്ങനെ വാരിയാണ് വിതറുന്നത് പടത്തിനകത്ത്. ഒരു മലയാളം മീഡിയം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചി ഇതിനെക്കാട്ടി നന്നായിട്ട് സ്ക്രിപ്റ്റും സ്റ്റോറി എഴുതുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷാജി കൈലാസ് മൂവി വിച്ച് ഐ വാച്ച്ഡ് റീസെന്റ്. എന്റെ റിവ്യൂസ് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഊളപ്പടത്തെ ഞാൻ 5-1 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, മുംബൈ കാം മല്ലു.